ഇപ്പൊ നമ്മള് മോനുമായിട്ട് എന്ത് സന്തോഷത്തിലല്ല കുട്ടേട്ടാ. കുട്ടേട്ടന് ഓർക്കുണ്ടോ 2 കൊല്ലം മുമ്പ് ഇതുപോലൊരു വിഷുക്കാലം? ആ ശരിയാ, മറക്കാൻ പറ്റുമോ? 2 വർഷം മുമ്പ് വിഷുക്കാലം. കണ്ണൻ നമുക്ക് ഒന്ന് കൈനീട്ടം അല്ലേ ഇത്? എന്റെ കണ്ണാ, എത്ര നാളായി നിന്റെ മുന്നിൽ വന്ന് ഞാൻ കൈ നീട്ടി ചോദിക്കണം, ഞങ്ങൾക്കും ഒരു ഉണ്ണിക്കണ്ണനെ തരണേ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തുവാക്ക് കേട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. അതിന് ദൈവങ്ങളെ പഴിച്ചു തന്നെ കാര്യം. നമുക്ക് നമ്മുടെ സമയത്ത് നമുക്ക് കണ്ണൻ നമുക്ക് വേണ്ട വിഷു കൈനീട്ടം തരും. ഒരു കുട്ടിയല്ലേ ആയിരിക്കണേ? ശരിയാണല്ലോ, നമ്മൾ വരുമ്പോ മുതലേ അവനവിടെ ഇരിപ്പുണ്ടല്ലോ. വാ നമുക്ക് നോക്കാം. മോനെ, എന്താ അമ്മേ? മോനെ ഏതാ? എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കും? മോന്റെ അച്ഛനും അമ്മയൊക്കെ എന്തിയേ? അവരെ കുറിച്ച് എനിക്കൊരു ഓർമ്മ പോലുമില്ല. എനിക്കൊരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. മോൻ എങ്ങനെ ഇവിടെ എത്തിയേ? അമ്മൂമ്മ എന്നെ ഇവിടെ ഉത്സവത്തിന് കൊണ്ടുവന്ന, അപ്പൊ അമ്മൂമ്മേനെ കാണാനില്ല. കുട്ടേട്ടാ, നമുക്ക് ഇവന് വീട്ടിൽ കൊണ്ടുപോയാലോ? അതൊന്നും ശരിയാവില്ല, നമുക്ക് പോലീസിലും അറിയിക്കാം. കണ്ടില്ല, ആകെ ക്ഷീണിച്ചിരിക്കുന്ന, വിശക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. നമുക്ക് അമ്പലത്തിലെ ഗിരീഷേട്ടനോട് പറയാം, ആരെങ്കിലും അന്വേഷിച്ചു വരുവാണെങ്കിൽ. അതൊക്കെ റിസ്ക് അല്ലേ, പോലീസിൽ അറിയിക്കുന്നത് നല്ലത്. കണ്ണന്റെ മുമ്പിൽ നിന്നല്ലേ നമ്മൾ കൊണ്ടുപോണേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്ന് സമ്മതിക്കേ? എന്നാ വിളിക്ക്, കൊണ്ടുപോകാൻ. വാ മോനെ. കഴിക്കേ, കഴിക്കില്ല. കഴിക്കേ. കുട്ടേട്ടാ, ദേ ആണോ? അയ്യോ, കണ്ണനാണ്, അവനോട് പറയണ്ടേ. അണ്ണാ, എവിടെ പോയി അവൻ? കാണില്ല. അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് നമുക്ക് നോക്കാം. കണ്ണാ, 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 കണ്ടില്ലല്ലോ. ഇവിടെ പോയി അവൻ? കണ്ണാ, ഇവിടെ ഇല്ലല്ലോ. ഇവിടെ പോയാവോ? ഇവിടെ നോക്കി. അണ്ണാ, ഇവിടെ എങ്ങും കാണില്ല. ഇനി എന്നാ നമ്മൾ ചെയ്യണേ? ഇവിടുന്ന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് ഇവിടുത്തെ വഴികളൊന്നും അറിയില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൊണ്ടുവരണ്ടെന്നുള്ളത്. ഇനി വല്ല പോലീസ് പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ പോയി അന്വേഷിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഒന്ന് റെഡിയാവും. അല്ലേ വേണ്ട, റെഡിയാവണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്ഥലം വരെ പോയി നോക്കാം.